ആവേശം സിനിമ മോഡലിൽ കാർ സ്വിമ്മിംഗ് പൂളാക്കി നിരത്തിൽ ഓടിച്ചതിന് നടപടിയെടുത്ത ആലപ്പുഴ RTO എൻഫോഴ്സ്മെന്റ്. സഫാരി കാറിനുള്ളിലാണ് സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചത്. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനം പിടിച്ചെടുത്തു. നിഷ ദിലീപാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. ശരി, നിഷയുണ്ട്. നിഷ, ഈ സംഭവം അത് സിനിമയെ ആസ്പദമാക്കി കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടായിരുന്നു. അതിന്മേൽ നടപടി എടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ തീർച്ചയായും സിനിമയെ ആസ്പദമാക്കി ഇത്തരത്തിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചത് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് സഞ്ജു ടെക്കി RTOയ്ക്ക് മറുപടി നൽകിയ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് നൽകിയ ഒരു മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് ഇത് സംസ്ഥാന പാതയിലൂടെ ഇവർ ഇത് സഞ്ചരിച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന തരത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പുണ്ടായ സംഭവമാണ്. അമ്പലപ്പുഴയ്ക്കടുത്ത്, ദേശീയപാതയിൽ അമ്പലപ്പുഴയ്ക്കടുത്ത് വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് ദൃശ്യങ്ങൾ സഹിതം സഞ്ജു ടെക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതോടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഈ കാർ എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരോട് ഇന്ന് അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുമ്പാകെ ഹാജരാവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 1.5 ആഴ്ചക്ക് മുമ്പ് ഈ ഒരു സംഭവം നടന്നു. ആ സമയത്ത് ഈ സഫാരി കാറിനുള്ള സഞ്ജു ടെക്കിയുടെ ഉടമസ്ഥയിൽ തന്നെയുള്ള സഫാരി കാറാണ്. സഞ്ജു ടെക്കിയുടെ ഒരു കൂട്ടുകാരനാണ് ഈ കാർ ഓടിച്ചിരുന്നത്. കാറിന്റെ ഉടമസ്ഥനായ സഞ്ജുവിനെതിരെയും ഒപ്പം തന്നെ കാർ ഓടിച്ച ജയസൂര്യ എന്ന ആളുടെയും ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട്. ഈ കാർ സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുന്നതിനിടയിൽ സ്വിമ്മിംഗ് പൂളിൽ ഇവർ കുളിക്കുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങളാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് മർദ്ദം താങ്ങാനാവാതെ ഈ എയർ ബാഗ് പുറത്തേക്ക് തള്ളുകയും ദേശീയപാതയിലടക്കം വലിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് പോവുകയും ഒപ്പം തന്നെ പിന്നാലെ എത്തിയ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു എന്നും ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 10:00 ഇവരോട് ഹാജരാവാനായി അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO നിർദ്ദേശിച്ചിട്ടുണ്ട്.